എന്താണ് പിണറായി സർക്കാരിനെ പറ്റിയുള്ള അഭിപ്രായം? ഇപ്പോഴത്തെ അഭിപ്രായം പറയുന്നതിൽ ഞങ്ങളൊരു 9 മാസം സർക്കാരിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെ ബാക്കി 3 മാസമാണ് ഞങ്ങളെപ്പോലെ ഓരോരുത്തർക്കും വേണ്ടി ജീവിക്കുന്നത്. സംഗതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിത്യം ഇപ്പം വണ്ടിയുടെ തന്നെ ആണെങ്കിൽ ടാക്സ്, ഇൻഷുർ, വണ്ടിയുടെ ടെസ്റ്റിംഗ് ഫീസ്, ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു ദിവസം ഓടണേൽ ഒരു 150 രൂപ സർക്കാരിന് അടച്ചാൽ പറ്റത്തുള്ളൂ. സർക്കാരിന് 150 രൂപ ഡെയിലി മാറ്റി വെച്ചാൽ മാത്രമേ ഒരു വർഷം വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സർക്കാരിൽ ഞങ്ങളുടെ ദിവസത്തിന് കീപ്പോട്ട് പോവുക, ഞങ്ങളുടെ ഒരു 4 തലമുറ വരെ പട്ടിണിയിലാക്കിയേക്കുക. ഇനി ജനിക്കാതിരിക്കാൻ 4 തലമുറയുടെ പട്ടിണിയില്ല. അപ്പം ഈ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾ സർക്കാരിനെതിരെയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതിന് വില നിങ്ങൾ ഇരുത്തിക്കോണം. നമ്മുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ അവർ പണയപ്പെടുത്തിയേക്കുക. പിന്നെ ഈ മണ്ഡലത്തിൽ അപ്പോൾ ആരാണ് ജയിക്കാൻ പോകുന്നത്? ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ജയിക്കുക? 3 പേര് നിൽക്കുന്നുണ്ട്. പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും പറയാൻ പറ്റത്തില്ല. മാത്യു ടി തോമസ് ഏതാണ്ട് 5 പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം തോറ്റുപോയായിരുന്നു. അല്ല, അതിന് മുമ്പ് 87-ലോ അങ്ങാണ്ട് ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അത് വേറെ മാത്യു 4 പ്രാവശ്യം പുള്ളി ജയിച്ചിട്ടുണ്ട്. 5 പ്രാവശ്യം അന്ന് 4 വട്ടം ജയിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന് റിബലുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ട്. ഓക്കെ. അതേപോലെ ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഈ റോഡ് തന്നെ കണ്ടില്ലേ? ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ആളെ എന്തുമാത്രം വെറുത്തിട്ടുണ്ടെന്ന് ആൾക്കാർ. പിന്നെ ടാക്സ് അതിൻ്റെ കൂട്ടുക, ഇൻഷുറൻസ് കൂട്ടുക, ഇത് ടെസ്റ്റിങ്ങിൻ്റെ ചാർജ് കൂട്ടുക, ഇതൊക്കെ പിന്നെ ആകെപ്പാടെ 1000 രൂപ ഓടിയാൽ 900 രൂപയും നമുക്ക് മൊത്തത്തിൽ പോവുക. വീട്ടിൽ കൊണ്ടുവന്ന 100 രൂപ പോലും പറ്റുന്നില്ല. ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മാറ്റം ഉണ്ടാവുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് പ്രതീക്ഷിക്കാനല്ല പറ്റും. നമുക്ക് അവരുടെ ചെന്ന് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ജയിപ്പിക്കുന്നത് എന്തിനാ? നമ്മൾക്ക് വേണ്ടി അവരെ ചെയ്യാൻ വേണ്ടിയാ. അവരുടെ സുരക്ഷിതമായ ഭരണം വേണം. അതിനു വേണ്ടിയാ ചേഞ്ച് വേണം. പുതിയ ആൾക്കാർ വന്ന് നോക്കട്ടെ, അവരെന്ത് ചെയ്തെന്ന് നോക്കണം. അല്ലാതെ ഇപ്പം 18 തന്നെ കണ്ടില്ല, കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇലക്ഷൻ ആയപ്പം പൊളിച്ചു കണ്ടപ്പോൾ പൊക്കാൻ തുടങ്ങി. ഇതുവരെ ഞങ്ങൾ ഈ വണ്ടി ഇവിടുന്ന് 1000 രൂപ ഓടിക്കഴിഞ്ഞാൽ 500 രൂപ വർഷത്തിൽ കൊടുക്കുക. അതിനകത്ത് മെയിനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഓടുന്നത് അങ്ങോട്ട് ഓടിയാലും ഇങ്ങോട്ട് ഓടിയാലും കയറുന്ന ആൾക്കാർക്കും പ്രശ്നം, നമുക്ക് ഓടുന്ന വണ്ടിക്കും പ്രശ്നം, ഇരിക്കുന്ന ആൾക്കാർക്കും പ്രശ്നം, എല്ലാം ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു റോഡ് മുഖാന്തരം ഞങ്ങൾക്കാണ് ഓട്ടോക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കുന്നത്. എന്നിട്ട് ചെങ്ങന്നൂരൊക്കെ ഏത് റോഡ് ചെന്നാലും സൂപ്പറായിട്ട് കിടക്കും. സൂപ്പർ റോഡാണ്. സൂപ്പർ സാഹചര്യ ഏരിയ സൂപ്പറായിട്ടാണ് കിടക്കുന്നത്. ഈ തിരുവല്ല എവിടെ ഏത് മണ്ഡലത്തിൽ അപ്പുറം ഇപ്പുറം എല്ലാം നിങ്ങൾ നോക്കി ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്ക മൊത്തം വാർഡ് കുത്തിപ്പൊളിച്ചിട്ടേക്കും. എന്നാൽ ഏതെങ്കിലും ഒന്ന് ശരിയാക്കുക, അത് ശരിയാക്കത്തില്ല. 4 വർഷം ഏതെങ്കിലും റൂട്ടിൽ കയറി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കുത്തിപ്പൊളിച്ചിട്ടേക്കോ. ഒരു റോഡും ഇല്ല നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നല്ല റോഡൊന്നും. അപ്പം ഈ റോഡിൽ പോകാൻ അപ്പുറത്തൂടെ പോകുന്ന വെച്ചാൽ അവിടെ ഈ റോഡ് സ്റ്റേറ്റ് സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്നതാണോ അതോ പിന്നെ പഞ്ചായത്തിൻ്റെ അണ്ടറിലാണോ? ഇതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓട്ടോക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഓട്ടോക്കാർക്കും യാത്ര ചെയ്യുന്നവർക്കും പിന്നെ ഇരിക്കുന്നവർക്കും. ഞങ്ങൾക്ക് വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിടന്ന് ഓടുന്ന ഇതിപ്പോൾ ഈ ഒരു റോഡ് റെഡിയാക്കിയാൽ തന്നെ ഞങ്ങൾക്ക് ഒരു എത്ര എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ കിടന്ന് ഓടുന്ന എല്ലാ വണ്ടിക്കാർക്കും ഒരു 10,000-5,000 രൂപയ്ക്ക് പണി ചെയ്യാതെ ഇനിയും കടന്ന് ഈ റോഡ് ശരിയാക്കിയാൽ തന്നെ പോകുന്ന ഒരു 5 കിലോമീറ്ററിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓട്ടങ്ങൾ വരും. പണി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞ് ഉദ്ഘാടനം കണ്ട് വന്നപ്പോൾ ഇവിടെ കുറെ മണ്ണ് ഇട്ടിട്ട് അവർ വന്നപ്പോൾ ലെവലാക്കി അവർ സുഖമായിട്ട് യാത്ര ചെയ്തു. ഇപ്പോൾ റെഡിയാക്കിയാൽ തന്നെ ഞങ്ങൾക്ക് ഒരു 5,000 രൂപ ഒരു വണ്ടിക്ക് ഇനി മുതലെടുക്കും. ഞങ്ങൾ പണി ചെയ്യണം. പണി ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ റോഡിൽ കിടന്നോടാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടിട്ടുണ്ട് ഈ റോഡിൽ കിടന്ന്. ഓട്ടോറിക്ഷ തൊഴിലാളികളെന്ന നിലയിൽ ഇതുപോലെ ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ ഇതും ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ മറ്റേ ടാക്സ് കൊടുക്കുന്നത് ഇതൊക്കെ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിലവിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ?
നമ്മുടെ ഇതൊക്കെ ഉള്ളൂ ടാക്സ്. ഇത് ഇപ്പം തന്നെ വണ്ടി 15 വർഷം കഴിഞ്ഞതിന് ഏതാണ്ട് 5000 രൂപ വേണം വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, റീടെസ്റ്റ് ചെയ്യാൻ. അത് ആ ഒരു പേപ്പർ വർക്കിന് മാത്രം 5000 രൂപ വാങ്ങിക്കുന്നത്. ബാക്കി ഉള്ളതെല്ലാം കിടക്കുക. പുത്തൻ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ 1000 ചില്ലാനും രൂപ. ബാക്കി 5000 രൂപ ഒരു 10 വർഷം കഴിഞ്ഞ വണ്ടിക്ക്. തീർത്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരു 3 കിലോമീറ്റർ ഇവർ പറഞ്ഞേക്കുന്നത്. ഈ പണി തീർത്താൽ തന്നെ ഇവിടെ ഈ കിടക്കുന്ന ഇത്രയും വണ്ടികളും ഒരു കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 10, 3000, 5000 രൂപ ഈ വണ്ടിക്കെല്ലാം പണിയായി കിടക്കുന്ന വണ്ടിയാണ്. മുടക്കാതെ ഞങ്ങൾക്ക് ഇതിനകത്തൂടെ ഓടാൻ പറ്റത്തില്ല. കാര്യം അതുപോലെ ഞങ്ങൾ കഷ്ടപ്പെടുക. അതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ 1 കിലോമീറ്റർ ഈ റോഡിൽ കൂടെ ഓടിയിട്ടാണ് 30 രൂപ കിട്ടുന്നത്. ഈ 30 രൂപയ്ക്ക് ഞങ്ങൾ എത്ര രൂപ മുടക്കണം? ഈ 1 കിലോമീറ്റർ താണ്ടണമെങ്കിൽ 30 രൂപ കിട്ടിയിട്ട് ഞങ്ങൾക്ക് വണ്ടിക്ക് എത്ര രൂപ മുടക്കണേ? ഇപ്പം ചില ആൾക്കാർക്ക് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവില്ല. ഈ 30 എന്നുള്ള 25 തന്നാൽ തരുന്നവരും ഉണ്ട്. 25 രൂപയ്ക്ക് ഞങ്ങൾ ഓടുന്ന അതായതാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കഷ്ടപ്പാടൊന്നും ആരും കാണുന്നില്ല. ഈ സർക്കാർ വളരെ മോശമായിരുന്നു. ഈ മോശം റോഡ് ഞാനിപ്പം കണ്ടില്ല, ഇപ്പം തന്നെ കാണുന്നില്ലേ എത്ര വർഷം കൊണ്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുക. ഇപ്പം ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് കയറുന്നവർക്കും എടുക്കുന്നവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ വണ്ടിക്കും പണിയാണ്, ഞങ്ങൾക്ക് പെട്രോളും ചിലവാണ്, ഡീസലും ചിലവാണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ റോഡിന്റെ പേരെന്തോ? കടപ്പുറ കടപ്പുറ വിയോരം ലിങ്ക് ഹൈവേ ഹൈപ്പാടി എന്ന് പറയുന്ന റോഡാണ്. ഇപ്പം 5 വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇപ്പം ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് പണിയാണ്. എന്നിട്ടും അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3 കിലോമീറ്റർ അവർ പറയുന്നത്. വെറും 3 കിലോമീറ്റർ ഇപ്പം ഈ ഇലക്ഷൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അവർ ഈ 3 കിലോമീറ്റർ വെച്ചേക്കുന്നത്. ഇപ്പോൾ BJP ഇവിടെ അവതരിപ്പിച്ചേക്കുന്നത് അവരുടെ ഒരു ദേശീയ നേതാവായിട്ടുള്ളൊരു ആളെയാണ്. മുമ്പ് അമ്പലപ്പുഴ എന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, അനൂപ് ആൻ്റണി. പുള്ളിയുടെ ഒരു സാധ്യതകളൊക്കെ എന്താണ്? കാരണം പുള്ളി പ്രതീക്ഷയുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പുള്ളിയെ അമ്പലപ്പുഴയിൽ നിന്ന് തിരുവല്ലയിലേക്ക് മാറ്റിയത്. പുതിയ ആൾക്കാർ വരണമെന്ന് തന്നെയാണ് പറയുന്നത്. പുതിയ ആൾക്കാർ എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വരണം. വന്നു കഴിഞ്ഞെങ്കിലേ ഈ ഒരു റോഡിനും നമ്മുടെ ഈ കേരളത്തിനും ഒരു മാറ്റം വരുത്തുള്ളൂ. അത് മാത്രമേ പറയാനുള്ളൂ. മാറ്റം നല്ലതാണ്. കാരണം ഇതിപ്പോ ഒരു മാറ്റം വരണം. 4 വർഷത്തോളം ഒരാളെ തന്നെ ഇരുന്നിട്ട് ഇപ്പം പുള്ളി ഇങ്ങോട്ട് എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാനോ അല്ല ഒന്നും പറ്റില്ല. ഇപ്പം ഇലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും. പിന്നെ കാണുന്നില്ല, നമ്മുടെ കഷ്ടപ്പാട് ഇതൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് അന്ന് ഈ ഞങ്ങൾ ഓട്ടോക്കാർ കിടന്ന് കഷ്ടപ്പെട്ട് ഓടുന്നതല്ലാതെ അന്ന് കുറേ മണ്ണ് കൊണ്ട് ലെവലാക്കി പുള്ളി വന്നിട്ട് തിരിച്ചു പോയി. ഞങ്ങളിവിടെ കിടക്കുന്ന ഞങ്ങളെല്ലാവരുടെ ഇപ്പം ഇതിനു വേണ്ടി ഒന്ന് കിടക്കുന്ന എല്ലാ വണ്ടിക്കാർക്കും ഒരു 5000 രൂപ മേളിൽ പണിയില്ലാത്ത ഒറ്റ വണ്ടികളില്ല. ഇപ്പൊ ഈ ചേണി കിടക്കുന്ന ഒറ്റ വണ്ടികൾ ഒരു 5000 രൂപ മേളിൽ പണിയില്ലാത്ത ഒറ്റ വണ്ടികളില്ല. അതുപോലെ അവർ ഞങ്ങൾ ഒരു പ്രാവശ്യം ധർണയൊക്കെ നടത്തിയതായിരുന്നു. ധർണയെന്ന് വെച്ചാൽ ഒരു ജാഥ പോലും നടത്തി, അതിന് ഒരു പ്രയോജനവും ഇല്ല. എന്തുവാ നമ്മളെ ഇങ്ങനെ ഈ റോഡിൽ കിടന്ന് എങ്ങനെ ഓടും? എന്താ വീട് എങ്ങനെ പോറ്റും? ഞങ്ങൾ 15 കോടി എത്ര കോടി മുതലാക്കിയെന്ന് പറയുന്നത്. ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉടനെ അവര് അവിടുന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർ വരിക, ചെക്ക് ചെയ്യുക. ഓടയ്ക്കകത്തൂടെ വെള്ളം പോകാനായിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം അവിടുന്ന് പണി വന്നേക്കുന്നത് ഓടയല്ല. നമ്മൾ ഒരുമാതിരി അറിവില്ലാത്തവരെ പോലെ അവർ കാണിക്കുന്നത്. മൊത്തം ഓടയെല്ലാം മുക്കിക്കൊണ്ട് അവർ കണ്ടോ? നിങ്ങളത് ശ്രദ്ധിച്ചോ? ഓടയ്ക്ക് ഹോൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ എല്ലാം മണ്ണ് കയറ്റിയിട്ടേക്കുക. എന്തോ ഇപ്പം ചുമ്മാ പെട്ടെന്ന് തീർത്തിട്ട് പോകാന്നുള്ള ഒരു രീതിയാണ് ഇപ്പം നടക്കുന്നത്. ഈ ഇത്രയും ദൂരം ചെയ്യണ്ടായിരുന്നു, ഇലക്ഷൻ വന്നപ്പോൾ പടാന്ന് പറഞ്ഞ് തീർത്തിട്ട് പോകാന്നുള്ള രീതിയിലാണ്. ഈ പടാന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ 3 കിലോമീറ്റർ ചെയ്തിട്ട് എന്താ പ്രയോജനം? എന്തുവാ ഞാനതാ ചോദിക്കുന്നത്. 1 വർഷമായി ഇതിങ്ങനെ. ഇവിടുന്ന് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹെൽത്ത് ഉണ്ടല്ലോ 5 കിലോമീറ്റർ ആണ് അവർ പറഞ്ഞേക്കുന്നത്. അവർ അതുപോലും ചെയ്യുന്നില്ല. അവരിപ്പോ ഈ ഒരു ഇലക്ഷന്റെ പ്രഖ്യാപനം കാരണം അവരൊരു 3 കിലോമീറ്റർ ആണ് ഇപ്പം പ്രഖ്യാപിച്ചേക്കുന്നത്. അത് ചെയ്തുകൊണ്ട് എന്തോ പ്രയോജനമോ? ഞങ്ങൾക്ക് എന്തോ പ്രയോജനമോ? ഞങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് എന്തോ പ്രയോജനമോ? അതുകൊണ്ട് 2 വീലർകാർക്കും എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. ലേഡീസൊക്കെ ഇതിനെ പോകുന്നതാണ്. രാത്രിയിലും പകലും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയും ചെയ്യുമ്പോൾ വീറും വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതാണ് ഏറ്റവും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഒറ്റയ്ക്കൊരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക.
ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കുന്നത് വർഗീസ് മാമൻ. ആ സ്ഥാനാർത്ഥിയെ പറ്റി എന്താണ് അഭിപ്രായം? ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആയിട്ടില്ല. ഇനിയും പുള്ളി അഥവാ ജയിച്ചെങ്കിൽ പുള്ളിയുടെ ഭരണം എങ്ങനായിരിക്കുമെന്ന് അത് കണ്ടറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആയിട്ടും നമുക്ക് പറയാനില്ല. നമുക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല, അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാം. ആദ്യമായിട്ട് വന്നൊരു വ്യക്തി നമുക്ക് അതിനകത്ത് പുള്ളി ഭരണം നല്ലതായിട്ട് വന്നു കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് നമുക്ക് പൂർണ്ണ സപ്പോർട്ട് നമ്മൾ ചെയ്യും. ആര് ജയിച്ചെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ജയിക്കുക, അതാണ് ഞങ്ങളുടെ താല്പര്യം. ചെയ്യുന്നില്ലായിരുന്നല്ല, മാത്തൂറ്റി ചെയ്തിട്ടുണ്ട്. മാത്തൂറ്റി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 പ്രാവശ്യമായിട്ട് പുള്ളി ഒട്ടും ചെയ്യുന്നില്ല. പുള്ളി തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതൊക്കെ നല്ലതായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരു 2-3-4-5 മാസമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിയതുപോലെ ഒരു മനുഷ്യര് ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ള കേരളത്തിൽ ഒരു ഓട്ടോ സ്റ്റാൻഡുകാർ ഇത്രയും അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷങ്ങളെന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ ഒറ്റ ഓട്ടോക്കാരും അനുഭവിച്ചിട്ടില്ല. അതേപോലെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 1 കിലോമീറ്റർ ഓടണമെങ്കിൽ ഞങ്ങളുടെ കുറഞ്ഞ ഒരു 50 രൂപയുടെ ഡീസൽ പോകും. ഞങ്ങൾക്ക് 30 രൂപ കിട്ടുന്നത്. എടുക്കുന്നില്ല. ആരോടെങ്കിലും ചോദിച്ചാൽ തരുമോ? കൂടുതൽ വണ്ടിക്കകത്ത് ഓട്ടം ചേർന്നവർ പോലും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ പണി ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ഞങ്ങൾക്ക് അവരോട് മറുപടി പറയാൻ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഉടനെ തീരും എന്ന് മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ സ്റ്റാൻഡിലെ കടപ്പുറം സ്റ്റാൻഡിലാക്കിയിട്ട് 1 വർഷമായി. ഇങ്ങനെ പൊളിച്ച് പണിയാനാന്ന് പറഞ്ഞ് പൊളിച്ചിടാൻ തുടങ്ങിയിട്ട് 1 വർഷം അല്ലേ? 11 മാസം കൊണ്ടായി. 11 മാസമായി ഇങ്ങനെ പൊളിച്ചിട്ടിട്ട്. അതിന് മുമ്പ് മൊത്തം പോയി കിടക്കുമായിരുന്നു. അതിലെ ഓടിച്ചോണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് പൊളിച്ചിടാൻ തുടങ്ങിയിട്ട് 1 വർഷം. യാത്രക്കാർ കൂടുതൽ ഓട്ടം കിട്ടുന്ന ഈ റോഡിൽ കൂടെ കൂടുതൽ ഓട്ടം കിട്ടുന്നത്. ബസ് ഇറങ്ങി അങ്ങോട്ട് ബസ് പടിഞ്ഞോട്ടാ. 2 ബസ്സേ ഉള്ളൂ. ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടം കിട്ടുന്ന മൊത്തം പടിഞ്ഞാട്ടാ. ഈ റോഡിൽ കൂടെ ഞങ്ങൾ സ്ഥിരം കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഈ കട്ടറിൽ കൂടെ കിടന്ന് ഓടിയാൽ ഞങ്ങൾക്ക് എന്തോ പ്രയോജനം? 1 കിലോമീറ്റർ ഓടി 30 രൂപ കിട്ടിയാൽ എന്തോ പ്രയോജനം? റോഡിൻ്റെ ബെസ്റ്റ് എല്ലാം അതുവഴി ഇങ്ങനെ കയറി പോവാം. നമുക്കിവിടെ ഓട്ടം കിട്ടുന്നുമില്ല. ഇത് റോഡിൻ്റെ അവസ്ഥ ആൾക്കാർ കയറുന്നില്ല വണ്ടിയിൽ. അതുമല്ല, ഈ റോഡ് കാരണം ബാക്കിയുള്ളവരെല്ലാം അപ്പുറം ഇപ്പുറം സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് അതിലെ നല്ല റോഡിൽ കൂടെ പോകും. ഈ പള്ളിപ്പടി വരെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 5-10 മിനിറ്റ് എടുക്കും. കാര്യം അതുപോലെ എന്നിട്ട് കിട്ടുന്നത് എത്ര? 30 രൂപ ഞങ്ങൾക്ക് കിട്ടുന്നത്. 30 ചിലവർ 25-ന് പിടിക്കും. 30 രൂപ കിലോമീറ്ററിന് വെച്ചിട്ട് ചിലവർ 25-ന് പിടിക്കും. അങ്ങനെയായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും? ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്, കാര്യം മനസ്സിലാവുന്നുണ്ട്. ചിലവരൊക്കെ നല്ല പിടുത്തോ. അവരെയും പറഞ്ഞിട്ട് അവരും കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടായിരിക്കും സാധാരണക്കാരെ ഓട്ടോ വിളിച്ചോണ്ട് പോകുന്നത്. ഇത് ഏത് ജില്ല? ആലപ്പുഴയല്ല? തോമസിന്റെ മണ്ഡലമായി. മൊത്തം നിങ്ങൾ ഓട്ടോക്കാരെന്ന് വെച്ചാൽ ജനങ്ങളുടെ സ്പന്ദനം അറിയുന്ന ആൾക്കാരാണ്. മൊത്തം കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് എന്തായിരിക്കുമെന്ന് നമുക്കിപ്പം പ്രവചിക്കാൻ പറ്റത്തില്ല. ജനങ്ങളുടെ ചിന്താഗതി നമ്മൾ നോക്കുന്നില്ല. ഇപ്പൊ പുള്ളി ആര് കയറിയെന്ന് പറഞ്ഞാലും നമ്മുടെ വികസനമാണ് നമ്മൾ നോക്കുന്നത്. മാറ്റം ഉണ്ടാവും, മാറ്റം വരണം. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആക്കി തരിക, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാര്യം ഞങ്ങൾ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ യാതൊരു മാർഗവുമില്ല. അത് മാത്രം ക്ലിയർ ചെയ്ത് തരിക. ആര് കയറിയാലും അതിപ്പോ BJP ആണേലും കൊള്ളാം, കോൺഗ്രസ് ആണേലും കൊള്ളാം, LDF ആണേലും കൊള്ളാം, ഏത് പാർട്ടിയാണേലും ഒരു മാറ്റം വേണം. BJP വരണം. BJP തന്നെ വരണം. ആര് കയറിയാലും എന്നാലേ ബാക്കിയുള്ളവർ പഠിക്കത്തുള്ളൂ. ഈ 2 ഭരണവും എന്തോ പ്രയോജനമൊന്നും. അപ്പോൾ ഒരു മാറ്റം വേണം. ഞങ്ങളിപ്പോൾ കൂടുതലും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP കയറുക, BJP ഈ ഭരണം പിടിക്കുക, BJP ഭരണം വന്നിട്ട് എല്ലാം ക്ലിയർ ആക്കി നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ജനങ്ങൾ മുന്നോട്ട് നിൽക്കും. ഈ 2 പേര് ഭരിച്ചിട്ട് ഒരു ഇതുമില്ല. അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കണം. അനുവാന്റണി തന്നെ വരണം എന്നാണ് ഞങ്ങളൊരു ആര് വന്നാലും നല്ലപോലെ ഭരണം കാഴ്ചവെച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. മാത്തൂറ്റി ഇപ്പം 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ജയിച്ചെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത ജയിക്കണമെന്നൊന്നുമില്ല.
ചിലപ്പം ജയിച്ചേക്കുക ചെയ്യാം, ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രാവശ്യം തന്നെ ആദ്യമായിട്ട് തോന്നുന്നു ഭൂരിപക്ഷം കുറവായിരുന്നു. അപ്പോൾ ഈ ജയം പ്രാവശ്യം ഒന്നേ പറയേണ്ട ഉള്ളായിരുന്നു. ആവശ്യമില്ല. പുതിയ തലമുറയൊക്കെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങും. പഴയ ആൾക്കാർ തന്നെ അവർക്ക് തന്നെ ചെയ്യും.